മുടി പെട്ടെന്ന് നരയ്ക്കാതിരിക്കാനും നല്ല ഷൈനിങ് ആയിട്ടുള്ള മുടി വരാനും നമ്മുടെ മുടി പൊഴിയാതിരിക്കാനും നമ്മുടെ മുടിയുടെ കളർ പോകാതിരിക്കാനും സിൽക്കി ഹെയറും അങ്ങനെ എന്തൊക്കെ പറഞ്ഞാൽ തീരാത്ത ഗുണങ്ങളുള്ള ഗോൾഡൻ ഷാംപൂ. ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങളുടെയൊക്കെ നാട്ടിൽ നവരാത്രി ആരംഭിച്ചോ? ഇവിടെ നവരാത്രി 9 ദിവസവും ഭയങ്കര വിശേഷമാണ്. ഇവിടെ ഇന്ന് നവരാത്രി ആരംഭിക്കുന്ന ദിവസമാണ് ഞാൻ വീഡിയോ എടുക്കുന്ന. പൂജയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇരിക്കുകയാണ്. ഭയങ്കര ഡള്ളാണ്, ചെറിയ പനിയുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് നമ്മളുടെ ശികാക്കായ് ഷാമ്പൂ ഇട്ടാണ് കുളിച്ചത്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര സോഫ്റ്റ് ആണ് എൻ്റെ മുടിയെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ശികാക്കായ് ഷാമ്പൂ തന്നെയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ശികാക്കായ് ആംല റീത്ത ഷാമ്പൂ ആണ്, ഗോൾഡൻ ഷാമ്പൂ എന്നുള്ള നമ്മുടെ ഷാമ്പൂ. നമ്മുടെ വെബ്സൈറ്റിൽ ഓൾറെഡി കിടപ്പുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഈ ഷാമ്പൂയിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ശികാക്കായ് ആണ്. ശികാക്കായ് ഒരു നല്ല നാച്ചുറൽ ക്ലെൻസർ ആണ്. നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനും താരൻ വരാതെ തലയോട്ടിയുടെ ചർമ്മത്തെ സൂക്ഷിക്കാനും ഒക്കെ കഴിവുള്ളതാണ്. അതേപോലെ തന്നെ ഈക്വൽ ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് നമ്മുടെ സോപ്പ് നട്ട് സീഡ്. പിന്നെ നെല്ലിക്ക നമ്മുടെ ഹെയർ ഗ്രോത്തിനെ കൂട്ടുകയും മുടി നരയ്ക്കാതെ സൂക്ഷിക്കുകയും മുടിക്ക് നല്ലൊരു പിഗ്മെന്റേഷൻ കളർ തരികയും ഒക്കെ ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ നെല്ലിക്ക. ഉണങ്ങിയ നെല്ലിക്കയാണ്. ഈ 3 ഇൻഗ്രീഡിയൻസും നന്നായിട്ട് വെയിലത്ത് വെച്ച്, അധികം ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്ത വെയിലത്ത് വെച്ച് നന്നായിട്ട് ഒന്ന് ഉണക്കിയെടുക്കുക. മാർക്കറ്റിൽ നിന്നും വാങ്ങിച്ചുകൊണ്ട് വന്ന് അതേപോലെ തന്നെ ഇങ്ങനെ എടുക്കരുത്. നമ്മൾ ഇത് 3ഉം കൂടെ എടുത്ത് വെള്ളമൊഴിച്ച് ഒരു നൈറ്റ് ഫുള്ള് സോക്ക് ചെയ്യാൻ വെക്കണം, കുതിരാൻ വെക്കണം. നമ്മൾക്ക് എത്രമാത്രം ഷാമ്പു വേണമോ അത്രമാത്രം ഇതിന്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പം എടുത്തിരിക്കുന്നത് എല്ലാം 100 ഗ്രാം വെച്ചാണ്. അതിലേക്ക് ഞാൻ ഒഴിച്ചിരിക്കുന്നത് 1.5 ലിറ്റർ വെള്ളമാണ്. നന്നായിട്ട് മൂടിക്കിടക്കുന്നത് പോലെ തന്നെ വെള്ളം എടുക്കണം. ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനെ ഒന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനെ എല്ലാം കൂടെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കാനാണ് പോകുന്നത്. ബോയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാണ് ആ രാത്രി മൊത്തം അതിനെ കുതിരാൻ വെക്കുന്നത്. അപ്പം കുറച്ചും കൂടെ ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസിന്റെ വിറ്റമിൻസ് എല്ലാം, ഇതിനകത്ത് ഒരുപാട് വിറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഇൻഫ്യൂസ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ബോയിൽ ചെയ്ത ശേഷം ഒരു നൈറ്റ് ഫുൾ അതിനെ റെസ്റ്റ് ചെയ്യാൻ വിടും. റെസ്റ്റ് ചെയ്യാൻ വിട്ടിട്ട് നെക്സ്റ്റ് ഡേ എടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ ചെറിയ തീയിലിട്ട് ഒന്ന് ചൂടാക്കി, അപ്പൊ ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല, ചൂടാക്കി എടുത്ത് ഒരു ചെറിയ ചൂടൊക്കെ ആകുന്ന സമയത്ത്, നമ്മളെ കൊണ്ട് കൈ കൊണ്ട് ഇതുപോലെ ചെയ്യാൻ പറ്റുന്ന ആ ചൂടാകുന്ന സമയത്ത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. സോപ്പ് സീഡൊക്കെ അതിന്റെ പുറത്തെ തൊലിയാണ് നമുക്ക് വേണ്ടത്. അതിൽ നിന്നൊക്കെ നിറയെ നൊര വരാൻ തുടങ്ങും, നിങ്ങൾക്ക് കാണാം. അതേപോലെ നെല്ലിക്കായും ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ആദ്യം ഞാൻ എന്റെ തെളി ഊറ്റി എടുത്തിരുന്നു. ഇതുപോലെ ഒരു അരിപ്പയിൽ അരിച്ചെടുക്കുക. അധികം അകലമില്ലാത്ത അരിപ്പയിൽ അരിച്ചെടുത്താൽ നമുക്ക് ഷാമ്പു നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ 1ഓ 2ഓ പ്രാവശ്യം അരിച്ചെടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് സാന്താൻ ഗമ്മാണ്. അതിലേക്ക് വെജിറ്റബിൾ ഗ്ലിസറിൻ ആണ് ഒഴിക്കുന്നത്. ഇത് വെജിറ്റബിൾ ഗ്ലിസറിനിൽ മാത്രമേ ഇങ്ങനെ ഡൈല്യൂട്ട് ആയി കിട്ടുകയുള്ളൂ. നന്നായിട്ട് ഒരു കട്ട പോലും ഇല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് ക്ഷമ വേണം ഇതിനൊക്കെ. അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഷാമ്പൂയിലേക്ക് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ടയായി അവിടെ ഇവിടെയൊക്കെ കട്ടകളായിട്ട് കിടക്കും. ഇതിന് പകരം ജെലാറ്റിൻ ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല കേട്ടോ. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുമ്പോൾ നമ്മൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഷാമ്പു ഒരു സ്റ്റേബിൾ ആയിട്ട് വരുന്നത്. അതിലേക്ക് നമ്മൾ ഒഴിക്കുന്നത് ഷാമ്പുവിന്റെ ബേസ് ആണ്. ഞാൻ എടുത്തിരിക്കുന്ന പേൾ ഷാമ്പുവിന്റെ ബേസ് ആണ്. ഞാൻ ഒഴിക്കുന്നത് വെറും 20 മില്ലി ഷാമ്പു ബേസ് മാത്രമാണ്. അത് ഉപയോഗിക്കണം എന്ന് തന്നെ ഇല്ല, ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഉപയോഗിച്ചില്ലെങ്കിലും നമുക്ക് ആവശ്യമുള്ള പത കിട്ടും. ഇത് ഉപയോഗിച്ചാൽ കുറച്ചും കൂടെ നല്ല പത കിട്ടും, നല്ലൊരു കളർ കിട്ടും. അപ്പോൾ ആ വൈറ്റ് പേൾ ഷാമ്പു ബേസ് ഉപയോഗിച്ച് നമ്മൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മളുടെ ഷാമ്പുവിന് നല്ല ഗോൾഡൻ കളർ കിട്ടും. ഹെയറിന് അത്രത്തോളം നല്ല ഒരു ഷാമ്പു ആണ്. ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് ക്ലിയർ ചെയ്യാൻ 1-2 മണിക്കൂർ വെച്ച് കഴിയുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഈ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഷാമ്പു ആയിട്ട് നമുക്ക് കിട്ടും. ഇത് നിങ്ങൾക്ക് നല്ലൊരു സ്റ്റെറിലൈസ്ഡ് കണ്ടെയ്നറിൽ ഒഴിച്ച് നിങ്ങൾക്ക് ഡെയിലി ഉപയോഗിക്കാം. നമ്മുടെ വെബ്സൈറ്റിൽ ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.
അപ്പോൾ ഷാമ്പു ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ അല്ലേ? ഇത് ഇതുപോലെ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഞാൻ എങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഉണ്ടാക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടും. വളരെ നല്ലതാണ് മുടിക്ക്. നമ്മൾ അധികം ഷാമ്പു ബേസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. റീത്ത തന്നെ സോപ്പ് നട്ട് സീഡ് തന്നെ ഇനഫ് ആൻഡ് മോർ ആണ് നല്ല പത വരാനായിട്ട്. അത്രയ്ക്ക് പതയുടെ ആവശ്യമേ ഉള്ളൂ നമ്മുടെ ഷാമ്പുവിന്. ഇപ്പൊ സോപ്പ് ആണെങ്കിലും ഷാമ്പു ആണെങ്കിലും ഫേസ് വാഷ് ആണെങ്കിലും ഒരുപാട് പതയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരുപാട് കെമിക്കൽസ് ഉണ്ട് എന്നുള്ളതാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾക്ക് ഇത്രയൊക്കെ പത മതിയാകും നമ്മളുടെ ഷാമ്പുവിന്. എന്ന് വെച്ച് ഈ ഷാമ്പൂവിന് തീരെ പതയില്ലെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ആവശ്യത്തിനുള്ള പതയുള്ള നല്ല ഷാമ്പൂ തന്നെയാണ്. ഞാനിപ്പോൾ കുറേ നാളായിട്ട് ആ ഷാമ്പൂ ആണ് ഉപയോഗിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ ഹെർബൽ ഹെയർ വാഷ് പൗഡർ ഉപയോഗിക്കും. സമയമില്ലാത്തത് കൊണ്ട് ഹെർബൽ ഈ ഒരു ശികാക്കായ് ഷാമ്പൂ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഹെയർ പാക്ക് ഒക്കെ ഇട്ട് കുളിക്കുന്ന ദിവസം ഞാൻ ഹെർബൽ ഹെയർ പാക്കും ഹെർബൽ ഹെയർ വാഷും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഹെയർ കളർ ഇടുന്ന ദിവസം ഹെന്ന, നമ്മളുടെ ഗോൾഡൻ ഓറ ഇടുന്ന ദിവസം ഹെർബൽ ഹെയർ പാക്ക് കളറും ഈ ശികാക്കായ് ഷാമ്പു ഏതാണോ നമ്മൾക്ക് സൗകര്യം അതുപോലെ തന്നെ നമ്മൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ മസാജിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ഹെയറിന്. ഡെയിലി രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ഫിംഗർ ടിപ്സ് കൊണ്ട് തലയൊന്ന് സ്കാൾപ്പ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. എണ്ണയൊന്നും വേണമെന്നില്ല, നിങ്ങൾ വെറുതെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. കിടക്കുമ്പോൾ മുടി ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ വിരിച്ചിട്ടിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ നല്ലതാണ്. മുടി ഇങ്ങനെ മേളിൽ നമ്മൾ ടൈറ്റായിട്ട് പോണിറ്റെയിൽ കെട്ടുകയോ മേളിലോട്ട് കെട്ടി വെക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നെറ്റിയിൽ റിങ്കിൾസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുക. മാക്സിമം ലൂസ് ഹെയർ സ്റ്റൈൽ തിരഞ്ഞെടുക്കുക. എന്ന് വെച്ചാൽ ഇതുപോലെ ഞാൻ ഇട്ടിരിക്കുന്ന പോലെ ഇങ്ങനെ ഫ്രീ ഹെയർ സ്റ്റൈൽ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മാക്സിമം ലൂസായിട്ട് ടൈ ചെയ്യാൻ നോക്കുക. ഹാർഷായിട്ടുള്ള ഹെയർ ബണ്ണുകൾ ഉപയോഗിക്കാതിരിക്കുക. ഹാർഷായിട്ടുള്ള ക്ലിപ്പുകളിലെ ക്ലച്ചസ് അതൊക്കെ നമ്മുടെ ആ തലയോട്ടിയിലോട്ട് ഇങ്ങനെ ആഞ്ഞു പിടിക്കുമ്പോൾ അവിടെയൊക്കെ മുടി പൊഴിഞ്ഞു പോയി അലോപേഷ്യ വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, നമ്മളുടെ ഗോൾഡൻ ഓറ ഹെയർ ഓയിൽ ഇട്ടാൽ സൈനസൈറ്റിസ് വരുമോന്ന്. അത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്, ഓരോരുത്തരുടെ ബോഡി. ഇപ്പൊ എനിക്ക് എന്തൊക്കെ എണ്ണ ഇട്ടാലും സൈനസൈറ്റിസ് ഒന്നും വരത്തില്ല. കാരണം ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത സാധനമാണ് ചെറിയ വയസ്സ് മുതലേ. അതുകൊണ്ട് എനിക്ക് സൈനസൈറ്റിസ് ഒന്നും വരില്ല. എന്ന് വെച്ച് നിങ്ങൾക്ക് വരാതിരിക്കണം എന്ന് അർത്ഥമില്ല. എനിക്ക് കോൾഡ് വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഞാൻ കണ്ടമാന ഐസ്ക്രീം തിന്നുന്ന ഒരാളാണ്. ഐസ്ക്രീം കഴിക്കുകയും കോൾഡായിട്ടുള്ള ജ്യൂസ് കുടിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ്. അത് ഞാൻ സാധാരണ ഒരു ലിമിറ്റിലൊന്നുമല്ല. എനിക്ക് ഇങ്ങനെ കുറച്ചൊക്കെ നമ്മൾ ഒരു റഷപ്പ് ആയിട്ടിരിക്കുന്ന സമയത്ത് ലൈഫിൽ അറിയാതെ ഐസ് വാട്ടർ ഞാൻ കുടിച്ചു പോകും. ഐസ്ക്രീം കണ്ടു കഴിഞ്ഞാൽ അതും കഴിച്ചു പോകും. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് എനിക്ക് ഈ ത്രോട്ട് പ്രോബ്ലം. ഇപ്പം ലൈറ്റായിട്ട് എനിക്ക് ത്രോട്ടിന് ചെറിയ ജലദോഷമൊക്കെ ഉള്ള ഇതാണ്. എനിക്ക് പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ജലദോഷം വരും. അത് ഞാൻ ഈ കഴിക്കുന്ന സാധനങ്ങളുടെ ഒരു പ്രത്യേക കാരണമാണ്. അപ്പോൾ നമ്മൾക്ക് ഹെയറിനെ കുറിച്ചൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾക്ക് എന്നോട് ചോദിക്കാൻ ചിലപ്പോൾ മടിയാണ്, കേൾക്കാൻ ആരെങ്കിലും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് വോയിസ് നോട്ട് ഇട്ടതെന്ന് എനിക്ക് ഒത്തിരി പേര് വോയിസ് നോട്ട് ഇടാറുണ്ട്. ഉറപ്പായിട്ടും ഞാനിവിടെ നിങ്ങളെ കേൾക്കാനും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ തരാനും റെഡിയാണ്. നിങ്ങളുടെ മെഡിക്കൽ പ്രോബ്ലംസ് അല്ലാതെ ബ്യൂട്ടി പ്രോബ്ലംസ് എൻ്റെ അടുത്ത് ചോദിക്കാം. മെഡിക്കൽ പ്രോബ്ലംസ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആൻസർ പറയാൻ അറിയില്ല, ഞാൻ പറയാൻ പാടില്ല, അത് മനസ്സിലാക്കുക. പിന്നെ ചിലപ്പോൾ മിക്കവാറും നിങ്ങൾ എന്തെങ്കിലും ഒരു സംശയം ചോദിച്ചു കഴിയുമ്പോൾ നമ്മളുടെ ആ സംശയം ചോദിക്കുന്ന ഫോൺ ഹാൻഡിൽ ചെയ്യുന്ന എൻ്റെ സ്റ്റാഫാണ്, ഞാൻ ആയിരിക്കത്തില്ല. അവരത് കേൾക്കും. എന്ത് വോയിസ് ആണെന്ന് അറിയാണ്ട് അവർ കേൾക്കും. കേട്ട് കഴിഞ്ഞിട്ട് അവരെന്നോട് പറയായിരിക്കും ചെയ്യുന്നത് ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത്. പിന്നെ ഞാൻ അതിൻ്റെ റിപ്ലൈ തരാം. ചിലപ്പോൾ അപ്പോൾ പറയാൻ പറ്റില്ലായിരിക്കും, എൻ്റെ ചുറ്റിനും വേറെ ആൾക്കാരുണ്ടാവും. ഞാൻ ഫ്രീ ആയിട്ട് ഞാൻ മാത്രമുള്ള ഒരു സമയത്ത് മാത്രമേ ഞാൻ നിങ്ങൾക്ക് വോയിസ് നോട്ട് അയക്കാറുള്ളൂ. കാരണം ഞാൻ മാത്രമാണ് അത് കേൾക്കേണ്ടത്, മറ്റൊരാൾ കേൾക്കാൻ പാടില്ല എന്നുള്ളത് എനിക്ക് ഭയങ്കര വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നിങ്ങൾ എന്നോട് പ്രൈവറ്റായിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ ഇത് പ്രൈവസി ആയിട്ട് കേൾക്കേണ്ട കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്നോട് ചോദിക്കുന്നു, റിലേറ്റഡ് ടു ഹെയർ ഓർ സ്കിൻ വാട്ട് എവർ ഇറ്റ് മേ ബി, അത് നിങ്ങൾ എന്നോട് മാത്രം ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് ഞാനാണ് ആൻസർ തരേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാനത് എന്താ പറയുക, എനിക്ക് സമയമുള്ളപ്പോൾ മാത്രം ഞാൻ ആൻസർ തരുന്നേ ഉള്ളൂ. എന്ന് വെച്ച് നിങ്ങളുടെ വോയിസ് നിങ്ങൾക്ക് ചിലപ്പോൾ വാട്സപ്പിൽ നോക്കുമ്പോൾ ഈ വോയിസ് കേട്ടിട്ട് മാം റിപ്ലൈ തന്നില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. കേൾക്കുന്നത് ഞാനായിരിക്കത്തില്ല, സ്റ്റാഫായിരിക്കും. അത് കഴിഞ്ഞ് അവർ കേട്ട് കഴിഞ്ഞ് എനിക്ക് സമയമുള്ളപ്പോൾ അവർ ഫോൺ കൊണ്ട് എൻ്റെ തരുമ്പോഴാണ് ഞാൻ വോയിസ് കേൾക്കുന്നത്, അപ്പോഴായിരിക്കും ഞാൻ റിപ്ലൈ അയക്കുന്നത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഞാൻ അവോയ്ഡ് ചെയ്യുന്നു എന്ന് ചിന്തിക്കരുത്. ഞാൻ അങ്ങനെ ആരെയും അവോയ്ഡ് ചെയ്യാറില്ല ലൈഫിൽ.
എന്നെ ഒരുപാട് പേര് അവോയ്ഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്കതിൻ്റെ വേദന എന്താണെന്ന് അറിയാം. സോ അവോയ്ഡ് ചെയ്യുന്നൊന്നും എന്നെ ഏൽക്കാറില്ല, ബട്ട് ഞാൻ മനസ്സിൽ ചിരിക്കാറേ ഉള്ളൂ. എന്ത് തന്നെ വന്നാലും എനിക്ക് നന്നായിട്ടറിയാം ഇന്ന് എന്ത് സംഭവിക്കണം എന്നുള്ളത് ദൈവം തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെന്നും ഓരോ അരിമണിയിലും ഓരോരുത്തരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടെന്നും നന്നായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾക്ക് എന്താണോ നടക്കേണ്ടത് അതായിരിക്കും നമ്മൾക്ക് നടക്കുക. ഞാൻ എപ്പോഴും പറയാറില്ലേ, ഒരാളുടെ ലോകവും വേറൊരാളുടെ ലോകവും വേറെയാണ്. എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ ഓക്കെ, ഒരാളുടെ ലോകവും വേറൊരാളുടെ ലോകവും വേറെയാണ്. എൻ്റെ ലോകമല്ല നിങ്ങളുടെ ലോകം എന്ന് പറയുന്നത്. നമ്മൾ ഈ ജീവിച്ചിരിക്കുന്നു, നമ്മൾ ഈ ലോകത്തിനെക്കുറിച്ച് ലോകത്തിൽ വെട്ടിപ്പിടിക്കാൻ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ എല്ലാവരുടെയും ലോകം ഒരുപാട് വ്യത്യാസമാണ്. നിറയെ പേർക്ക് അവരെ കേൾക്കാൻ ഒരാൾ വേണം എന്നുള്ളത് വളരെ പ്രൈമറി ആയിട്ടുള്ള ഒരു നീഡാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഒരാളോട് ഒരു കാര്യം പറയുമ്പോൾ, ഈവൻ നിങ്ങൾ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി പറഞ്ഞെന്ന് വെച്ചോ, പുള്ളി അതിൻ്റെ സൊല്യൂഷൻ പറഞ്ഞു തരും എന്നല്ലാതെ നിങ്ങളുടെ മനസ്സിനെ, മനസ്സിനെ മനസ്സിലാക്കാനോ കേൾക്കാനോ ഒന്നും അങ്ങനൊന്നും ആരും ഇന്നത്തെ ലോകത്തില്ല. ആർക്കും സമയമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ആർക്കും അതിനുള്ള ഒരു മാനസികാവസ്ഥയില്ല. അതാണ് ശരിക്കുള്ള സത്യം. നമ്മളെ പൂർണ്ണമായിട്ട് കേൾക്കാനുള്ള ഒരു മനുഷ്യന്റെ മനസ്സോ കാതോ ഈ ലോകത്തുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. അത് മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ ജയിച്ചു. അതായത് തമിഴ് പറയും, നീ ഉന്നെ അറിந்தாൽ ഉലകത്തിൽ പോരാടലാം എന്ന് പണ്ട് MGRന്റെ കാലത്ത് മുതൽ ഇപ്പം മുതൽ ഇവിടെയുള്ള പറയുന്ന ഒരു കാര്യമാണ്. അതായത് നീ നിന്നെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയാൽ നീ ഏത് സമയത്ത് എങ്ങനെ പ്രതികരിക്കുന്നു, ഏത് സമയത്ത് എങ്ങനെ ഫീൽ ചെയ്യുന്നു, നീ ആരുടെയെങ്കിലും കാര്യങ്ങൾ കേൾക്കാൻ റെഡിയാണോ, നിനക്കതിന് സമയമുണ്ടോ, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ നീ മനസ്സിലാക്കുന്നുണ്ടോ, ഇതൊക്കെ നീ നിന്നെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞു വെച്ചാൽ ലോകത്തിനെ തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള ഒരു സിമ്പിൾ ലോജിക്കാണ് അതിനകത്ത് പറയുന്നത്. ഓക്കെ, സോ എന്ന് പറഞ്ഞ പോലെ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ അങ്ങനെ വേണ്ട, അങ്ങനെ പ്രതീക്ഷിക്കണ്ട എന്നുള്ളതാണ്. പ്രതീക്ഷിക്കേണ്ട, അത് ആർക്കും അതിനുള്ള സമയമില്ല ഇപ്പോൾ. അതായത് നമ്മൾ സിനിമ തന്നെ മാറിപ്പോയി എന്ന് പറയത്തില്ലേ, പഴയ സിനിമകളായിരുന്നു നല്ലത്. ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളത് ദിലീപിൻ്റെ മൂവീസാണ്. ഞാൻ ഇപ്പോഴും എനിക്ക് ടെൻഷൻ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്ട്രെസ് ഉള്ളപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് അതായിരിക്കും. അങ്ങനെ ജോക്കായിട്ടുള്ള സീനുകൾ, വടിവേലുവിൻ്റെ സിനിമകൾ, അങ്ങനെയൊക്കെയാണ് ഞാൻ പ്രിഫർ ചെയ്യുക. പാർത്ഥിപൻ വടിവേലു അല്ലെങ്കിൽ കോമഡി സിനിമകൾ, ലൈറ്റ് ഹാർട്ടഡ് സിനിമകളൊക്കെ ഞാൻ കാണാൻ പോകാറുള്ളൂ. അല്ലാതെ വേറൊരു സിനിമയും കാണാനും ഞാൻ പോകാറില്ല. പക്ഷെ അന്നത്തെ സിനിമകൾ ഇന്ന് നമ്മൾ കാണുമ്പോൾ കുറച്ച് സ്ലോ ആയിട്ട് തോന്നാറില്ലേ? എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ലൈഫും. ആരെങ്കിലും കേൾക്കാൻ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾ ചെയ്യുന്ന തെറ്റ്. അങ്ങനെ ചെയ്യാതിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? നമ്മളെ കേൾക്കാനായിട്ട് ആരുമില്ല. നമ്മൾ നമ്മളോട് തന്നെ മനസ്സിലാക്കുക. നമ്മൾ തന്നെ നമ്മൾക്കുള്ള റിക്രിയേഷൻസ് കണ്ടുപിടിക്കുക, നല്ല സോങ്സ് കണ്ടുപിടിക്കുക, ഗാർഡനിങ് കണ്ടുപിടിക്കുക, ബ്യൂട്ടി സ്റ്റൈൽ കണ്ടുപിടിക്കുക, സ്കിൻ കെയർ ചെയ്യുക, ഹെയർ കെയർ ചെയ്യുക. നിങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും അവർക്കെന്നൊരു ഫീലിങ്സ് ഉണ്ടാക്കി കൊടുക്കുന്നിടത്ത് നിങ്ങൾ ജയിച്ചു. അവിടെ നിങ്ങളെ കേൾക്കാൻ ആളുകളുണ്ടായിരിക്കും. മനസ്സിലായോ? നിങ്ങൾ വീക്കാണ് എന്ന് തോന്നുന്നിടത്ത് നിങ്ങൾക്ക് ഒരാൾ വേണം കേൾക്കാൻ. നിങ്ങൾ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരവസ്ഥയിലാണെന്നുള്ളിടത്ത് nobody will be there. അവിടെ ആരും നിങ്ങൾക്ക് കാണില്ല. പക്ഷേ നിങ്ങൾ മറ്റൊരാളെ കേൾക്കാൻ പറ്റുന്ന കേപ്പബിലിറ്റി ഉള്ള ഒരാളാണ്, നിങ്ങൾ സക്സീഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, നിങ്ങൾ ഹാപ്പിയാണ് ലൈഫിലെന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത് നിങ്ങളോട് അവരുടെ വിഷമങ്ങൾ, മറ്റുള്ളവരുടെ വിഷമങ്ങൾ പറയാനും നിങ്ങൾ പറയുന്നത് കേൾക്കാനും ഒരുപാട് പേരുണ്ടായിരിക്കും. അവിടെ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മളുടെ വിഷമങ്ങളും നമ്മളുടെ പ്രശ്നങ്ങളും ഒക്കെ മറ്റുള്ളവർക്ക് ഒരു പ്രശ്നമേ അല്ല. അവർക്കതൊരു ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കി അതിനെ ഓവർകം ചെയ്ത് നിങ്ങൾ ഏറ്റവും ഉയർന്ന പടിക്കെട്ടിൽ താഴെ നിന്ന് മേളിൽ പോയി ഏറ്റവും ടോപ്പിലത്തെ പടിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ലോകത്തെ കാണൂ. എന്ത് ഭംഗിയായിരിക്കും എന്നറിയാവോ? അവിടെ നമ്മളെ തന്നെ വിശ്വസിച്ചു പോകും. യു ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ് തിങ്സ് എന്നുള്ളത് മനസ്സിലായോ? അപ്പോൾ ഒരിക്കലും നമ്മുടെ വീക്ക്നെസ് ആരോടും പറയാതിരിക്കുക. എപ്പോഴും നമ്മുടെ കോർ പേഴ്സണൽ എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ കൊണ്ടായിരിക്കണം. അവിടെയാണ് നമ്മളുടെ വിജയം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇന്ന് ഇത്രയൊക്കെ മതി. നവരാത്രി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുക. നവരാത്രി ആഘോഷിക്കുന്നവരും ആഘോഷിക്കാത്തവരും എല്ലാവരും തന്നെ എല്ലാ ഫെസ്റ്റിവലും ആഘോഷിക്കണം, എൻജോയ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മൈൻഡ് സെറ്റാണ് എനിക്കുള്ളത്. ഞാൻ നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ ഫെസ്റ്റിവലിൻ്റെയും എന്താണ് അതിൻ്റെ നേച്ചർ, കൾച്ചർ, എന്താണ് അതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ അറിഞ്ഞ് അതൊക്കെ കാണാനും അതിനെക്കുറിച്ചൊക്കെ അറിയാനും അവരോടൊക്കെ മിങ്കിൾ ചെയ്യാനും ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാവരോടും തന്നെ ഞാൻ മിങ്കിൾ ചെയ്യുന്ന ഒരാളാണ്. എന്ന് വെച്ച് എൻ്റെ പേഴ്സണൽ ഞാൻ ആരോടും പോയി പറയാറില്ല. എൻ്റെ പേഴ്സണൽ ആരും കേൾക്കണമെന്ന് ആരും കേൾക്കണമെന്നും ഞാൻ ആഗ്രഹിക്കാറില്ല. എനിക്കത് പറയാനും തോന്നാറില്ല. ബിക്കോസ്
ഐ ആം കേപ്പബിൾ ഓഫ് ഡൂയിങ് തിങ്സ് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് മറ്റൊരാൾ എന്നെ കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കാറില്ല. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായി ഇനിയും കാണുന്നവരെ ടേക്ക് കെയർ.